ഉണക്കച്ചെമ്മീൻ കൊണ്ട് നമ്മളൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചിരങ്ങ എടുത്ത് ചെറുതാക്കി മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ചില നാടുകളിൽ ചുരയ്ക്കുക എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അതിനൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കുക, ഒരു തക്കാളി എടുത്ത് മുറിച്ച് കൊടുക്കുക, അതേപോലെ 2 മുളക് എടുത്ത് മുറിക്കുക കേട്ടോ. എന്നിട്ടൊരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ടാൽ ഉലുവ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പൊടികൾ ഇടുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആ ചിരങ്ങ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതിനൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് അരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു നേരത്തെ വേവാൻ വെച്ചിട്ടുള്ള ഈ ഒരു ചിരങ്ങയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചെമ്മീനും കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കേട്ടോ, അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങ അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിക്കാം. നമ്മുടെ ചെമ്മീനും ചിരങ്ങയും